തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പൊന്നാനി ബിയ്യത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന 550 പവൻ സ്വർണം കവർന്ന കേസിൽ 438 പവൻ സ്വർണം കണ്ടെടുത്തു. 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടി. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിലും ഒടുവിലാണ് സ്വർണവും പണവും കണ്ടെടുക്കാനായത്. മോഷ്ടിച്ച സ്വർണം വിറ്റ് കിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. ടൂൾമാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മരവട്ടം റോഡ്, ആലത്തിയൂർ. തൃശൂർ വാടനാപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായർ മരക്കാർ വീട്ടിൽ സുഹൈൽ, പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞു കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യ വീട്. കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കുകയായിരുന്നു. 8 മാസമെടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതരാവുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് കേസിന് ആസ്പദമായ മോഷണം നടന്നത്. CCTV ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടയുകയായിരുന്നു. കേസിന് പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. കേസിൽ ഇവരെ കൂടാതെ പ്രതികളില്ലെന്നാണ് നിഗമനം. പൊന്നാനിയിലെ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന കവർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രീഫിംഗ് നടത്തിയിരുന്നു. ആ ബ്രീഫിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നതെന്ന്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സംസാരിക്കാമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹൈൽ എന്നറിയപ്പെടുന്ന സുഹൈൽ, ഇർക്കിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ, പിന്നെ മനോജ്, ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾക്ക് ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.